വണ്ടി ഓടിക്കാതെ പോലും ലൈസൻസ് കൊടുക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ടെസ്റ്റ് ക്വാളിറ്റി കൂടട്ടെ, പക്ഷേ ഈ കുട്ടികളുടെ എണ്ണം കുറച്ചാൽ ഈ കുട്ടികൾ പിന്നെ എന്ത് ചെയ്യും? ഡ്രൈവിംഗ് സ്കൂളുകാരന് ഒരിക്കലും ഇത് ക്വാളിറ്റി കൂട്ടുന്നതിനെതിരായിട്ട് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഈ ഒരു സംഘടനയും, ഒരു രാഷ്ട്രീയ സംഘടനയും അത് പറഞ്ഞു കേട്ടിട്ടില്ല. ഒരുപാട് കുട്ടികൾക്ക് ലൈസൻസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ ഒരു വർഷമെങ്കിലും എടുക്കും, കുറഞ്ഞത് ഈ ഒരു സംവിധാനത്തിലൂടെ ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ ഒരു വർഷമെങ്കിലും എടുക്കും ഒരാൾക്ക് ടെസ്റ്റിന് കയറണമെങ്കിൽ. അവർ പുതിയ വണ്ടിയാക്കാൻ ലോൺ ഇട്ടൊക്കെ ആയിരിക്കും മേടിക്കുന്നത്. പിന്നെ ഇത് വന്നു കഴിയുമ്പോൾ അവർ വീണ്ടും ആത്മഹത്യയിലോട്ട് പോകും. ചില ഡ്രൈവിംഗ് പഠിക്കണം, ലൈസൻസ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഇത് പ്രതികൂലമായി ബാധിക്കും. നമസ്കാരം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിക്കിടക്കുകയാണ്. 9 തവണയാണ് മുടങ്ങിയിരിക്കുന്നത്. ഇത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് മുടങ്ങിക്കിടക്കുന്നത്. അതിന് കാരണം ഇപ്പോൾ പുതുതായി നടത്തിയ പരിഷ്കാരങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ്. എന്താണ് അംഗീകരിക്കാത്തത്? ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? കുന്നത്തൂർ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് നൌഷാദ് നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. ഈ എന്തുകൊണ്ടാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ ഇത്തരത്തിൽ എതിരേൽക്കുന്നത്? അത് നല്ലൊരു പരിഷ്കാരമല്ലേ? ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇപ്പം മന്ത്രി കൊണ്ടുവന്നിരിക്കുന്ന 4/2024 കൊണ്ടുവന്നിരിക്കുന്ന ഈ സർക്കുലർ അത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കിയാൽ നടപ്പിലാക്കിയാൽ നല്ലത് തന്നെയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, അതിനകത്ത് ഒരു നിബന്ധന കൊണ്ടുവന്നിരിക്കുന്നത് 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പരിശീലനത്തിന് ഉപയോഗിക്കരുതെന്നാണ്. അത് ഇപ്പോൾ ഒരു വണ്ടി ഫിറ്റ്നസ് ഒക്കെ കൊടുത്തു, ഒരു വർഷത്തേക്ക് ഫിറ്റ്നസ് എടുത്തൊരു വണ്ടി ആ ഫിറ്റ്നസ് കാലാവധി തീരുന്നത് വരെയെങ്കിലും ഉപയോഗിച്ചിട്ട് മാറ്റുവാനുള്ളൊരു അനുവാദം കൊടുത്താൽ ഈ പ്രതിഷേധം കുറയും. കാലാവധി തീരുന്നിടം വരെ അത് ഉപയോഗിക്കട്ടെ, കാലാവധി കഴിഞ്ഞത് മാറാനുള്ള അവസരം കൊടുക്കുക. രണ്ടാമതായിട്ട് നമ്മൾ സ്ലോട്ടുകളുടെ എണ്ണം വെട്ടിക്കുറച്ചത്. ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക RTOകളിലും ഡ്രൈവിംഗ് ടെസ്റ്റിന് നമ്മൾ ലേണേഴ്സിന് അപേക്ഷ കൊടുത്താൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തിനകത്ത് നമുക്ക് ഡേറ്റ് കിട്ടുമായിരുന്നു. ഇപ്പോൾ അപ്പം ഉദാഹരണത്തിന് കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം 120 കുട്ടികളാണ് ഒരു ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരായിക്കൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ 2 MBAമാരും AMEമാരും 3 AMEമാരും കൂടെ ചേർന്നുള്ള 5 പേരുടെ ടീമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നത്. ആ 2 MBAമാരും ഈ AMEമാരും കൂടെ ചേർന്ന് 60 പേരെ വെച്ച് 2 സ്ലോട്ടെന്ന് പറയുമ്പോൾ 120 കുട്ടികളാണ് ടെസ്റ്റ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് പൊടുന്നതിനെ ഒറ്റയടിക്ക് 25 ഫ്രഷും 10 ഫെയിലും പിന്നെ 5 പേര് ഈ എമർജൻസി കോട്ട, അങ്ങനെ 40 പേർക്കായിട്ട് ലിമിറ്റ് ചെയ്തു. അപ്പോൾ ഒരു ദിവസം 80 കുട്ടികൾ വീതം അവരുടെ അവസരം നഷ്ടപ്പെടുകയാണ്. അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ടെസ്റ്റ് കഴിയുന്നതോറും 80 കുട്ടികളുടെ വീതം ഡേറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഒരു ഡേറ്റ് കൊടുക്കാൻ സംവിധാനമില്ല. നിലവിൽ അങ്ങനെ പെൻഡിങ്ങുകൾ ഒരുപാടെണ്ണം കൂടിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഈ മന്ത്രിയുടെ അഭിപ്രായത്തിൽ ടെസ്റ്റിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ടാണ് എണ്ണം കുറച്ചതെന്ന് പറയുന്നു. പക്ഷേ എണ്ണം അങ്ങനെ കുറയ്ക്കുന്നതിന് പകരം ഒരു ഉദ്യോഗസ്ഥൻ ഈ 40 എന്ന് പറയും, ഇപ്പോൾ 40 ഫിക്സ് ചെയ്യും, 40 ഫിക്സ് ചെയ്തോ, എന്നിട്ട് അങ്ങനത്തെ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടുക. 2 ഉദ്യോഗസ്ഥരും 2 ടീമായിട്ട് ചെയ്യുമ്പോൾ 80 പേരെ ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു 3 ഉദ്യോഗസ്ഥരുടെ ടീം വർക്ക് മിനിമം 120 പേരായി. ഈ എണ്ണം ആർക്കും ബുദ്ധിമുട്ടില്ല. ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഇതേ നല്ല ക്വാളിറ്റി തന്നെ ടെസ്റ്റ് നടത്താൻ പറ്റും. ടെസ്റ്റ് നല്ല ക്വാളിറ്റി നടത്തിയെങ്കിൽ മാത്രമേ അത് ഡ്രൈവിംഗ് സ്കൂളുകാരും അതിനെ എതിർക്കുന്നില്ല. ടെസ്റ്റ് ക്വാളിറ്റി കൂടട്ടെ, പക്ഷേ ഈ കുട്ടികളുടെ എണ്ണം കുറച്ചാൽ ഈ കുട്ടികൾ പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ കേരളം വിട്ട് അയൽ സംസ്ഥാനത്തോട്ട് പോയാൽ, തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയാൽ ഇത്രയും സ്ട്രിക്റ്റ് ഒന്നും ഇല്ലാത്ത ലൈസൻസ് കിട്ടും. പക്ഷേ അത് വെച്ചും ഇവിടെ കേരളത്തിൽ വണ്ടി ഓടിക്കാം. അപ്പോൾ ഈ ആക്സിഡൻറ്റ് കൂടത്തേ ഉള്ളൂ. അവർ ഒട്ടും വണ്ടി ഓടിക്കാതെ പോലും ലൈസൻസ് കൊടുക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. കർണാടകത്തിലൊക്കെ അവരും ആ ലൈസൻസ് കൊടുത്തിട്ട് ഇവിടെ വന്നാലും നമുക്ക് ഓടിപ്പിക്കാതിരിക്കാൻ, കാര്യം ഇവിടെ അത് വെച്ച് ഓടിക്കാം. ഇന്ത്യയിൽ എവിടെ ലൈസൻസ് എടുത്താലും കേരളത്തിൽ ഓടിക്കാം. അപ്പോൾ നമ്മുടെ റോഡിൽ അപകടങ്ങൾ കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നുകൂടെ ഈ വാശി 2 കൂട്ടരും, ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലുള്ളവരും മന്ത്രിയും വാശി കളഞ്ഞത് ഒരു ഒത്തുതീർപ്പിലെത്തി. ഇതിനകത്ത് ബുദ്ധിമുട്ടുന്ന സാധാരണക്കാർ, ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഒരു പഠനത്തിന് പോകേണ്ടവരും വിദേശത്ത് പോകേണ്ടവരൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ പ്രതിസന്ധിയിലാക്കാതെ ഇതിനൊരു സൊല്യൂഷൻ കാണുക എന്നുള്ളത്. ഈ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടിയാൽ ഈ പ്രശ്നം തീർന്നു. അല്ലെ അവർ ടെസ്റ്റ് ചെയ്യുന്ന ടൈം കൂട്ടുക. രാവിലെ 7:30 തുടങ്ങുന്നത് ഇപ്പോൾ 11 മണിക്ക് തീരും. ആ 11 മണിക്ക് തീർക്കാതെ വൈകുന്നേരം വരെ 2 ഉച്ച കഴിഞ്ഞൊരു ബാച്ചാക്കി അങ്ങനെ ടെസ്റ്റ് അതേ ഉദ്യോഗസ്ഥർക്ക് തന്നെ ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ എന്തെങ്കിലും നടപ്പിലാവുന്ന ഒരു കാര്യങ്ങൾ ചെയ്താൽ ഇത് ഓക്കെ ആവും. പിന്നെ ഈ ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ എവിടെയും ഈ പുതിയ സംവിധാനത്തിലൂടെ ഇപ്പം 4/2024 എന്ന് പറഞ്ഞ സർക്കുലർ പ്രതിപാദിക്കുന്ന സംവിധാനങ്ങൾ നിലവിലെവിടെയും ഒരുങ്ങിയിട്ടില്ല.
അത് സർക്കാരായിട്ട് ഒരുക്കുകയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മകൾ ഒരുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരമാവും. അപ്പോൾ അതിന് അവർ ഈ നമ്മുടെ യൂണിയൻകാരുമായിട്ട് സംഘടനക്കാരുമായിട്ടൊന്ന് സംസാരിച്ചാൽ തീരുന്നൊരു വിഷയമുള്ളൂ. അതിലൊന്നുമല്ല. ഏറ്റവും എതിർപ്പ് എനിക്ക് മനസ്സിലാവുന്നത് ഈ സ്ലോട്ടുകളുടെ എണ്ണം വെട്ടിക്കുറച്ചു എന്നുള്ളതാണ്. അത് ഒന്ന് സോൾവ് ചെയ്യുകയും ഈ പറഞ്ഞ പോലെ ഈ പാലപ്പുഴ ഈ 15 വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് അതിനൊരു സാവകാശം കൊടുക്കുകയും ഈ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ഉദ്യോഗാർത്ഥികൾക്കും ഡ്രൈവിംഗ് സ്കൂളുകാർക്കും ബുദ്ധിമുട്ട് വരാത്ത രീതി ക്വാളിറ്റിയിൽ തന്നെ ടെസ്റ്റ് നടത്തുക. ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യണമെന്ന് ആരും അവകാശപ്പെടത്തില്ല. ഡ്രൈവിംഗ് സ്കൂളുകാരന് പഠിപ്പിക്കാൻ കഴിവുള്ളവരാണ്. ഇത്രയും നാൾ ഒരു പഠിപ്പിച്ചവരല്ലേ ഈ വണ്ടികൾ ഓടിച്ചുകൊണ്ട് നടന്നതെല്ലാം. വിദേശത്ത് പോയി ഓടിക്കുന്നവർ അവർ പഠിപ്പിച്ചവരാണ്. അപ്പോൾ അവരെ മോശമായിട്ട് കാണാതെ ടെസ്റ്റിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിച്ച് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതാണ് ഉചിതമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഈ ഗ്രൗണ്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പം കരുനാഗപ്പള്ളിലാണെങ്കിൽ അവിടെ ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളുകാരുണ്ട്, ഇവരൊക്കെ ഒരു പണം സ്വരൂപിച്ച് കഴിഞ്ഞാൽ ഒരു സ്വകാര്യമായിട്ട് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ടെസ്റ്റ് ഗ്രൗണ്ട് നിർമ്മിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവില്ലേ? നമ്മൾ അങ്ങനെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി ഇപ്പം മന്ത്രി പറയുന്ന പോലെ ഒരു ഗ്രൗണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതിന് ഒരു 10-15 ലക്ഷം രൂപ ചിലവ് വരും. പക്ഷെ അല്ല, മൊത്തത്തിൽ ഒരു 15 ലക്ഷം രൂപയോളം മുടക്ക് ഇപ്പോൾ വരും അങ്ങനെ ഒരു ഗ്രൗണ്ട് സെറ്റ് ആക്കണമെങ്കിൽ, വാടക കൂടാതെ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സംവിധാനം നിലവിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഉടനെ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ഡിപ്പാർട്ട്മെൻറ്റിനോ മന്ത്രിക്കോ ഒരു ഉറപ്പ് തരാൻ പറ്റുമെങ്കിൽ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരന് ഈ കൂട്ടായ്മകൾ ചേർന്ന് ഒരു 15 ലക്ഷം രൂപ മുടക്കി ഈ പുതിയ സംവിധാനത്തിലെ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതിനും എതിർപ്പുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. അതിലോട്ട് ഡ്രൈവിംഗ് സ്കൂളുകാരൻ വരും. കാര്യം ഡ്രൈവിംഗ് സ്കൂളുകാരൻ ഒരിക്കലും ഇത് ക്വാളിറ്റി കൂട്ടുന്നതിനെതിരായിട്ട് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഈ ഒരു സംഘടനയും ഒരു രാഷ്ട്രീയ സംഘടനയും അത് പറഞ്ഞു കേട്ടിട്ടില്ല. അവരെല്ലാം ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. അവർക്കുള്ള ആകെ പ്രശ്നം ഈ കുട്ടികളുടെ എണ്ണം ടെസ്റ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മെയ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് കുട്ടികൾ വരേണ്ടത്. കാരണം ഈ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് ഈ +2 കഴിഞ്ഞ കുട്ടികളെല്ലാം ഒരു 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെല്ലാം ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് വരേണ്ട ഒരു സമയത്താണ് ഈ പ്രശ്നം വന്നത്. അതുകൊണ്ട് ഒരുപാട് പേര് അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ലൈസൻസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ ഒരു വർഷമെങ്കിലും എടുക്കും. കുറഞ്ഞത് ഈ ഒരു സംവിധാനത്തിലൂടെ ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ ഒരു വർഷമെങ്കിലും എടുക്കും ഒരാൾക്ക് ടെസ്റ്റിന് കയറണമെങ്കിൽ. കാര്യം 25 പേർക്ക് ഒരു RTOയിൽ പറ്റുന്നുള്ളൂ. അതാണ് മാറേണ്ടത്. ഒരു RTO ഇപ്പം കൊല്ലം RTOയിൽ 3 ബാച്ചാണ് നടക്കുന്നത്, 180 പേരാണ്. കരുനാഗപ്പള്ളി 2 ബാച്ചാണ് നടക്കുന്നത്. അസയം വർക്കല RTOയിൽ 1 ബാച്ചാണ്, കുന്നത്തൂർ RTOയിൽ 1 ബാച്ചാണ്. അപ്പോൾ കുന്നത്തൂർ 60 പേരെ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അവർക്ക് ഒരു ഉദ്യോഗസ്ഥനെ ഒരു MBAയും 2 AMEമാരും വെച്ച് 60 പേരെ ചെയ്യുമ്പോൾ കരുനാഗപ്പള്ളി നടക്കുന്നത് 120 പേരാണ്, 2 MBAയും 3 AMEമാരും ഉണ്ട്. അസയം കൊല്ലത്ത് നടക്കുന്നത് 3 MBAമാരും അതിനനുസരിച്ചുള്ള ടീമുകളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ RTOയിലെ തിരക്കിനനുസരിച്ച് ഈ എണ്ണം ഫിക്സ് ചെയ്യുക. അല്ലാതെ എല്ലാ RTOയിലും ഒരു RTOയിലും 30-40 പാടുള്ളൂ എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലായിട്ട് നടക്കാൻ സാധ്യതയില്ല. ഇത് വരുന്നത് എന്താണ്? ഇത് അവസാനം വന്ന് ഈ നാട്ടുകാർക്ക് ഡ്രൈവിംഗ് പഠിക്കണം, ലൈസൻസ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഇത് പ്രതികൂലമായി ബാധിക്കും. അല്ലാതെ ഡ്രൈവിംഗ് സ്കൂളിന് മാത്രം വിഷയം അല്ല ഇത് സാധാരണക്കാരന് ഡ്രൈവിംഗ് ലൈസൻസ് അപ്രാപ്യമാവും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പിന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും പോയി ഒന്നും ഓടിക്കാതെ ലൈസൻസ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാലും ഇവിടെ അപകട നിരക്ക് കൂടുന്നതല്ലാതെ കുറയത്തില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ചാൽ നിങ്ങളുടെ ഈ സമരത്തിൽ നിന്ന് പിന്മാറും 100%. ഇതിപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകാരും ഒരു സമരം ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതല്ല, അവർ നിർബന്ധിതരാണ്. ഈ സമരത്തിലോട്ട് അവർ വലിച്ചഴച്ചതാണ്. അത് ബഹുമാനപ്പെട്ട മന്ത്രിയും ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും ഒരു മാന്യമായ രീതിയിൽ അവരെ ഒന്ന് വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. കാര്യം ഇതേ ഉള്ളൂ. ഈ സ്ലോട്ടുകളുടെ എണ്ണം വെട്ടിക്കുറച്ചത് ഒന്ന് പുനർചിന്തനം നടത്തുക, ഈ ഗ്രൗണ്ടുകൾ ഒന്ന് സജ്ജീകരിക്കുക. ഈ ഗ്രൗണ്ട് റെഡിയാക്കി ഇതുപോലെ പഠിപ്പിച്ചാൽ ഇതിനകത്തെ ടെസ്റ്റ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരും അത് കേൾക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അക്രഡിറ്റഡ് സ്കൂൾ വരില്ല, നിങ്ങളെല്ലാം കൂടെ ചെയ്യുമെന്ന് പറഞ്ഞ് ഓരോ ഏരിയയിലെ ഡ്രൈവിംഗ് സ്കൂളുകാരെ പറഞ്ഞ് അവർ ചെയ്യും. പക്ഷേ അവർക്കൊരു ഉറപ്പ് വേണം. നാളെ ഇത് അക്രഡിറ്റഡ് സെൻ്റർ ആകുമ്പോൾ ഈ പൈസ മുടക്കുന്നതും പോവും, എല്ലാം പോവും. പിന്നെ വണ്ടികൾ മാറണമെന്ന് പറയുന്നത് അവർ പുതിയ വണ്ടിയാക്കാൻ ലോൺ ഇട്ടൊക്കെ ആയിരിക്കും മേടിക്കുന്നത്. പിന്നെ ഇത് വന്നു കഴിയുമ്പോൾ അവർ വീണ്ടും ആത്മഹത്യയിലോട്ട് പോകും. ഒരുപാട് പേര് സ്വയം തൊഴിൽ കണ്ടെത്തലിലൂടെയാണ് ഇത്. വേറൊരു സഹായവും സർക്കാരിൻ്റെ ഇല്ല. അവർ സ്വയം പൈസ മുടക്കി സ്വയം തൊഴിൽ കണ്ടെത്തലിലൂടെയാണിത് നടത്തിക്കൊണ്ട് പോകുന്നത്. അവരെല്ലാം ദുരിതത്തിലാവും. അപ്പം അതിന് സർക്കാർ ഒരു ഉചിതമായൊരു നിലപാട് കൈക്കൊണ്ടാൽ ഈ പ്രശ്നം തീരുന്നേ ഉള്ളൂ. എന്തായാലും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉടൻ തന്നെ ഈ സമരത്തിൽ നിന്നും ഡ്രൈവിംഗ് സ്കൂളുകാർ പിന്മാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യമായൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ നിരവധി പേർ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാതെ വലിയ ദുരിതത്തിലാവും. അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത പല സംസ്ഥാനങ്ങളിലും പോയിട്ട് അവിടെ ടെസ്റ്റ് പോലും നടത്താതെയുള്ള ഡ്രൈവിംഗ് ലൈസൻസുമായി കേരളത്തിൽ വന്ന് വണ്ടി ഓടിക്കുകയും അവർ അപകടം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതിനൊന്നും ഒരു കാരണം ഉണ്ടാക്കാതെ ഇരിക്കുവാൻ ഈ സർക്കാർ പരമാവധി ശ്രമിക്കേണ്ടതാണ്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.